പലർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ആക്സിഡൻസ് മൂലം, അതായത് ഏതെങ്കിലും റോഡ് ട്രാഫിക് ആക്സിഡൻസ് അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ജോയിൽ നിന്നും പല്ല് ഇളകി വീഴാറുണ്ട്. ഹാൻഡ്സ് ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ എന്നതാണ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് മീഡിയം. ഇങ്ങനെ എത്തിക്കുന്ന പല്ലുകളെ ഡെന്റിസ്റ്റ് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും റീഇംപ്ലാന്റേഷൻ ചെയ്യുക. ഹായ്, ഞാൻ ഡോക്ടർ അഞ്ജന രാജേന്ദ്രൻ, മാക്കിയ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് പോളിക്ലിനിക് തൃശ്ശൂരിൽ ഡെന്റൽ സർജനായി വർക്ക് ചെയ്യുന്നു. പലർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ആക്സിഡൻസ് മൂലം, അതായത് ഏതെങ്കിലും റോഡ് ട്രാഫിക് ആക്സിഡൻസ് അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ജോയിൽ നിന്നും പല്ല് ഇളകി വീഴാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ ഇളകിപ്പോകുന്ന പല്ലുകളുടെ കണ്ടീഷനെയാണ് എവൽഷൻ എന്ന് പറയുന്നത്. ആ പല്ലുകളെ അതേ സ്ഥാനത്ത് തന്നെ തിരികെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് റീഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപകടം സംഭവിച്ചതിനെ തുടർന്ന് രോഗി ആ പല്ലിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും ഈ ചികിത്സയുടെ വിജയസാധ്യത. ആദ്യം തന്നെ ഊരി വീണുപോയിട്ടുള്ള പല്ലുകൾ കണ്ടെത്തി അതിനെ ഏതെങ്കിലും ഒരു പൈപ്പ് വാട്ടറിന്റെ ചൂട്ടിൽ വെച്ച് നന്നായി വാഷ് ചെയ്യുക. അത് വാഷ് ചെയ്യുമ്പോൾ കൈകൾ വെച്ച് ഉരച്ച് കഴുകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പല്ലിന് വേരിന് ചുറ്റും ധാരാളം ഫൈബേഴ്സും സെൽസും എല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് ഈ പല്ലിനെ വൈറ്റാലിറ്റി കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ കൈകൾ വെച്ച് ഉരച്ച് കഴുകുമ്പോൾ അതിൻ്റെ വൈറ്റാലിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഹാൻഡ്സ് ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ എന്നതാണ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് മീഡിയം. ഇനിയിപ്പോൾ അത് അവൈലബിൾ അല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ തന്നെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഉമിനീരിൽ ഇട്ടുകൊണ്ട് തന്നെ ക്ലിനിക്കിലേക്ക് എത്തിച്ചാലും മതി. അതായത് പേഷ്യൻറ്റിൻ്റെ നാക്കിൻ്റെ അടിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ കവിളിൻ്റെയും അണപ്പല്ലിൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസിലോ പല്ല് കീപ്പ് ചെയ്ത് ഡെന്റൽ ക്ലിനിക്കിലേക്ക് എത്തിക്കാം. ഇനിയിപ്പോൾ അതിനും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് രോഗിയെങ്കിൽ പേഷ്യൻറ്റിൻ്റെ തന്നെ ഉമിനീർ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് അതിൽ പല്ലിട്ട് വെച്ചിട്ട് അത് കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മിൽക്ക്, പാക്കറ്റ് പാല്, അതല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ എന്നിങ്ങനെയുള്ള സ്റ്റോറേജ് മീഡിയാസും ഉപയോഗിക്കാം. അതിൽ പല്ലിട്ട് വെച്ച് ക്ലിനിക്കിലേക്ക് എത്തിച്ചാലും മതി. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പല്ലിനെ ക്ലിനിക്കിലേക്ക് എത്തിക്കുക എന്നതാണ്. അതായത് മാക്സിമം ഒരു 45 മിനിറ്റ്സ് ടു 1 അവറിനുള്ളിലെങ്കിലും എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ എത്തിക്കുന്ന പല്ലുകളെ ഡെന്റിസ്റ്റ് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും റീഇംപ്ലാന്റേഷൻ ചെയ്യുക. ആവശ്യമെങ്കിൽ ഇതിന്റെ തുടർ ചികിത്സയുടെ ഭാഗമായി ഇതേ പല്ലുകളെ റൂട്ട് കനാൽ പോലെയുള്ള ട്രീറ്റ്മെന്റ്സും ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഈ ചികിത്സ ആക്സിഡന്റൽ ഇഷ്യൂസ് മൂലം ഇളകി വന്നിട്ടുള്ള പല്ലുകളെ തിരിച്ച് സോക്കറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ മാത്രമാണ് സഹായിക്കുക. അതല്ലാതെ ഗുരുതരമായ മോണരോഗം മൂലമൊക്കെ ഇളകി വന്നിട്ടുള്ള പല്ലുകളെ അതുപോലെ തന്നെ തിരികെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. Tooth avulsion is a dental emergency, so it's always better to save the natural tooth. Thank you.